താപനില ഉയർന്നുകൊണ്ടിരിക്കെ കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്തു. പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പങ്കുവച്ച് ജില്ലാ കളക്ടർ. ചൂടുകൂടിയ സാഹചര്യത്തിൽ റെക്കോർഡ് നിലയിലെത്തി സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഫാർമസി, ICU, NICU, ലബോറട്ടറി, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, വെന്റിലേറ്റർ, ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ സംസ്ഥാനത്ത് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ഇത്തവണത്തെ ആദ്യത്തെ സൂര്യാഘാതം അജാനൂർ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തു. 37 ഡിഗ്രി സെൽഷ്യസാണ് കാസർഗോഡ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ലയിലെ അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയായിരുന്ന ജുബൈർ എന്ന കുട്ടിക്കാണ് സൂര്യാഘാതമേറ്റത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് അജാനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് സൂര്യാഘാതം സ്ഥിരീകരിച്ചത്. ശരീരത്തിന്റെ പുറംഭാഗത്ത് 2 ഇടങ്ങളിലായി പൊള്ളലേറ്റ പാടുകൾ പരിശോധനയിൽ കണ്ടെത്തി. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പങ്കുവച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയടക്കം രേഖപ്പെടുത്തിയിരുന്നു. കാസർഗോഡ് അടക്കം വയനാട്, ഇടുക്കി ജില്ലകളൊഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇത്തവണത്തെ ഏറ്റവും ഉയർന്ന താപനിലയായ 40 ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് രേഖപ്പെടുത്തി. ഏപ്രിൽ 19 വരെ ഇതേ സാഹചര്യം തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ നൽകുന്ന പ്രതികരണങ്ങൾ. അതേസമയം സംസ്ഥാനത്ത് ഉഷ്ണതരംഗം കഠിനമായതോടെ വൈദ്യുതി ഉപഭോഗം ചരിത്രത്തിലാദ്യമായി റെക്കോർഡ് നിലയിലെത്തി. പ്രതിദിന ആവശ്യകത 6000 മെഗാവാട്ട് കടന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ വൈദ്യുതിയുടെ ആവശ്യകത 6012 മെഗാവാട്ടിലെത്തി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഉപയോഗം 6000 മെഗാവാട്ട് മറികടക്കുന്നത്. ഈ മാസം 13 രേഖപ്പെടുത്തിയ 5933 മെഗാവാട്ടായിരുന്നു ഇതിനു മുൻപത്തെ ഉയർന്ന നിരക്ക്. ന്യൂസ് 14 ലൈവ് കാസർഗോഡ്.